എല്ലാവർക്കും നമസ്കാരം. റേക്കിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിലും റേക്കി എന്താണെന്നും അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം ഈ വീഡിയോയിൽ റേക്കി എങ്ങനെയാണ് നമ്മളിലേക്ക് റേക്കി എത്തുന്നത്, അതായത് നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്, അതിനെക്കുറിച്ചാണ്, അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഫോളോ ചെയ്ത പ്രോസസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ മാസ്റ്റർ ഡോക്ടർ വിനോദ് ജയ്പാൽ റിലൈഫ് ഹോളിസ്റ്റിക് ഹീലിംഗ് സെൻറ്റർ എന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. എറണാകുളത്താണ്, കൊച്ചിയിലാണ് അതിൻ്റെ ഓഫീസ്. സാറിൻ്റെ ഒത്തിരി യൂട്യൂബ് ചാനലുകളും ഒത്തിരി പോഡ്കാസ്റ്റുകളും ഒത്തിരി മൊഡാലിറ്റീസിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കുറേ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അത് വീഡിയോയിലൊക്കെ കണ്ട് എൻ്റെ വൈഫ് എന്നെ ഗൈഡ് ചെയ്തിട്ടാണ് ഞാൻ സാറിലെത്തുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും, ശാരീരികമായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും മാനസികമായിട്ട് ഒത്തിരി തളർന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഈ റേക്കി എന്ന ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്, ആ ഒരു പരിപാവനമായ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നു. അത് ശരിക്കും അതിന് ഞാൻ എൻ്റെ വൈഫിന് ആദ്യം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ വിനോദ് ജയ്പാൽ സാറിന് ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം സാറിലേക്ക് എത്തിയത് അതൊരു വലിയ അനുഭവമാണ്. ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ പ്രതീക്ഷിച്ചവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴും, അല്ലെങ്കിൽ അവർ നമ്മളെ ചതിക്കുമ്പോഴും, അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഇൻറ്റൻഷനലി മാറിപ്പോകുമ്പോൾ, സാമ്പത്തികപരമായിട്ട് ഒത്തിരി തളർച്ച നേരിടുമ്പോഴും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം പോയി ഒരു സൂയിസൈഡൽ പോയിന്റിലേക്ക് എത്തുന്ന ഒരു നിമിഷമുണ്ടല്ലോ. ആ നിമിഷം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോ വ്യക്തികളും ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒത്തിരി ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുക്കും. പക്ഷെ സ്വന്തം ജീവിതത്തിൽ അത് വരുമ്പോൾ ആ ഉപദേശങ്ങളും പ്രതിസന്ധികളും, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഇൻസ്പിറേഷൻസും മോട്ടിവേഷൻസും ഒക്കെ മറന്നു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അത് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ ലൈഫിലും അത് വരുമ്പോൾ, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് നമ്മൾ കേട്ട ആ ആളുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന്. ചിലപ്പോൾ നമ്മൾ കൊടുത്ത മോട്ടിവേഷനോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആ ഒരു ഗൈഡൻസോ അതൊന്നും അത് ആപ്റ്റായിട്ട് അവർക്ക് കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അത്രയും സക്സസ്ഫുൾ അല്ലായിരുന്നു എന്ന് തോന്നാം. എന്തായാലും അങ്ങനെയുള്ള ഒരു വലിയ ഭാരവുമായിട്ടാണ് ഞാൻ വിനോദ് സാറിൻ്റെ അടുത്തെത്തുന്നത്. അപ്പം റേക്കി എന്ന് പറയുന്ന ഒരു അതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് എനിക്ക് റേക്കിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ റേക്കി പഠിച്ചതിന് ശേഷമാണ് ഞാൻ റേക്കി എന്താണെന്ന് പഠിക്കുന്നത്. പിന്നീട് ഞാനത് മനസ്സിലാക്കുകയും കൂടുതൽ പഠിക്കുകയും ചെയ്തത്. റേക്കി പഠിക്കാൻ എൻ്റെ അടുത്ത് ആകെ ഒരൊറ്റ ക്വാളിഫിക്കേഷനുള്ളായിരുന്നു: മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നൊരു പ്രതിസന്ധി, ആരോട് സംസാരിക്കണം, ആരോട് പറയണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ റേക്കി എന്ന് പറയുന്നത് എനിക്കൊരു പ്രതീക്ഷ തരും, അല്ലെങ്കിൽ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. അതിൻ്റെ എന്ത് റിസൾട്ടാണ് എനിക്കതിൽ നിന്ന് കിട്ടുന്നതെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ തീരുമാനിച്ചു, അങ്ങോട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ റിലൈഫിലേക്ക് വിളിക്കുന്നത്. റിലൈഫ് ഹോളിസ്റ്റിക് ഹീലിംഗ് സെൻറ്ററിലേക്ക് വിളിച്ചു. അങ്ങനെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ആദ്യമായി സാറിൻ്റെ ഒരു ക്ലാസ് കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു.
ആ ക്ലാസ്സിലേക്ക് എന്നെ 2025 നവംബർ 10-ാം തീയതി 10-11 2 ദിവസം അന്നാണ് ഞാൻ ആ ക്ലാസ്സിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, റേക്കി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പ്രോസസ്. അതൊരു പ്രോസസ്സാണ്. റേക്കി ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ദ എബിലിറ്റി ടു ചാനൽ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി ഫ്രം എ മാസ്റ്റർ ടു എ സ്റ്റുഡൻറ് ത്രൂ എ യുണീക്ക് ഇനിഷ്യേഷൻ കോൾഡ് ആൻ അറ്റ്യൂൺമെൻറ്റ്. അതായത് അറ്റ്യൂൺമെൻറ്റ് എന്ന് പറയുന്ന ദീക്ഷ. ഒരു മാസ്റ്റർ ഇല്ലാതെ നമുക്ക് ഈ റേഞ്ച് പഠിക്കാൻ പറ്റില്ല. മാസ്റ്റർ തരുന്ന അറ്റ്യൂൺമെൻറ്റ്, ദീക്ഷ കിട്ടിയിട്ട് ആ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി നമ്മുടെ കൈകളിലേക്ക് എത്തുകയും ഈ 2 കൈകളിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലേക്ക് ആ ഗുരുനാഥൻ നമുക്ക്, ആ മാസ്റ്റർ നമുക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. നമ്മളൊരു ചാനലാവുകയാണ് ചെയ്യുന്നത്. റേക്കിയുടെ ഒരു ചാനലായി മാറുകയാണ്. റേക്കി എന്ന് പറയുന്ന ആ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയുടെ ചാനലാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒത്തിരി പ്രോസസ്സുണ്ട്. പല മാസ്റ്റർമാരും പല രീതിയിലുള്ള പ്രോസസ്സാണ് നടത്തുന്നത്. ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ, അതായത് വിനൂപ് സാറിൻ്റെ, ഡോക്ടർ വിനൂപ് ജയ്പാലിൻ്റെ പ്രോസസ്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം അതിന് ഒരു 3 ലെവൽസ് ഉണ്ട് ഈ ഒരു കോഴ്സിന്. അപ്പം ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോഡൻ എന്ന് പറയുന്നത്. അപ്പം അറിയാമല്ലോ എല്ലാവർക്കും, ജപ്പാനിൽ നിന്നും വന്ന, അല്ലെങ്കിൽ ഡോക്ടർ മിഖാവോ ഉസുയിയിൽ നിന്നും വന്ന ക്ലാസിക്കൽ റേക്കിയാണ് ഡോക്ടർ വിനൂപ് ജയ്പാൽ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. സാറിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഒരു 10 വയസ്സ് മുതൽ 89 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് റേക്കി നൽകുകയും ആ എനർജി നൽകുകയും അതിൽ കൂടി അവരുടെയൊക്കെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത ഒരു വ്യക്തിയാണ്. സാറിൻ്റെ അനുഗ്രഹത്താൽ ഞാനും ആ ഒരു ഫീൽഡിലെത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാലത്തിൽ റേക്കിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളും ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു കഴിവ്, സാറിന് കിട്ടിയ ആ ഒരു കഴിവ് സാറിൻ്റെ ആ ഒരു ശിഷ്യനും അത് കിട്ടും, അല്ലെങ്കിൽ ശിഷ്യർക്കും അത് കിട്ടും. സാറിൻ്റെ ശിഷ്യർ ഒത്തിരി പേര് ഇൻഡിപെൻഡൻ്റ് റേക്കി മാസ്റ്റർമാരുണ്ട്, റേക്കി ഹീലേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇനിയുള്ള വീഡിയോസിൽ. ഇപ്പം ഇതിനകത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ ലെവൽ 1 കോഴ്സ്, ഷോഡൻ എന്ന് പറയുന്ന ലെവൽ 1 കോഴ്സാണ്. ഇതിനകത്തിൽ അവേക്കനിങ് ആണ്. അവേക്കനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ എനർജി, അതിനെ സെൽഫ് ഹീലിംഗ് ആൻഡ് ഫിസിക്കൽ ടച്ച്. സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ ഹീൽ ചെയ്യുക. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയാണ് പരിഹാരം കാണുന്നത് റേക്കിയിൽ. അതിന് സെൽഫ് ഹീലിംഗ് എന്നാണ് പറയുന്നത്. അത് ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞാൽ കൈ എന്ന് പറയുന്നത് ഒരു കപ്പ് പോലെ ആകൃതിയിൽ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഗുരുനാഥൻ മാസ്റ്റർ പറഞ്ഞു തരുന്ന പല ശരീരത്തിൻ്റെ പല പോയിന്റ്സുകളുണ്ട്. ആ പോയിന്റ്സിലേക്ക് റേക്കിയെ നമുക്ക് അറ്റ്യൂൺ ചെയ്ത, നമുക്ക് ആ ഒരു ദീക്ഷ തന്ന ആ റേക്കി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുകയും ആ കൈകളിൽ കൂടി നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പല പോയിന്റ്സുകളിൽ നമ്മൾ അത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് സെൽഫ് ഹീലിംഗ് ആൻഡ് ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത്. ലെവൽ 1 പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ലെവൽ 1 നമുക്ക് ഹിസ്റ്ററി ഓഫ് റേക്കിയുടെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട്. റേക്കിയുടെ 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്. റേക്കിയുടെ 5 പ്രിൻസിപ്പിൾസ് ആണ് ലൈഫിൽ സത്യം പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നത്. റേക്കിയുടെ 5 പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേക്കി എന്നത് നമ്മളൊരു 24 hours, ഒരു ദിവസത്തേക്കാണ്. നമുക്ക് ഇന്നലെ നടന്ന കാര്യമല്ല, നാളെ നടക്കാനുള്ള കാര്യം, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇതിനെക്കുറിച്ചൊന്നുമല്ല റേക്കി പറയുന്നത്. റേക്കി പറയുന്നത് പ്രസന്റ്, വാട്ട് ഈസ് ടുഡേ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് റേക്കി എപ്പോഴും പറയുന്നത്. ടുഡേ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഒരു ദിവസം നമുക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പോകാനാണ് റേക്കി പഠിപ്പിക്കുന്നത്. ജസ്റ്റ് ഫോർ ടുഡേ. അപ്പോൾ റേക്കിയുടെ ഒരു 5 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ജസ്റ്റ് ഫോർ ടുഡേ ഐ ലെറ്റ് ഗോ മൈ ആങ്കർ. ഞാൻ എൻ്റെ ദേഷ്യം മാറ്റും, ഞാനതിനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ ഞാനത് ദേഷ്യപ്പെടില്ല. ജസ്റ്റ് ഫോർ ടുഡേ ഐ ലെറ്റ് ഗോ മൈ വറീസ്. എൻ്റെ വറീസ്, എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അതൊക്കെ ഞാനാണെങ്കിൽ സിമ്പിളായിട്ട് ലെറ്റ് ഗോ. Just for today, I will be
താങ്ക്ഫുൾ ഫോർ മൈ ബ്ലെസ്സിങ്സ്. എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ്, എനിക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ, അതിനൊക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡായിരിക്കും. ഇന്നത്തെ ഒരു ദിവസത്തെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാത്തിനും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ എഴുതുന്ന ബുക്ക്, നമ്മളെങ്ങോട്ടെങ്കിലും പോകുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ ആരോടും സംസാരിക്കുന്ന നല്ല മനുഷ്യരെ നമ്മൾ കാണും, അതിനെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, നമ്മൾ താങ്ക്സ് പറയണം. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓഫ് യുവർ ലൈഫ്, നമ്മുടെ എല്ലാ ലൈഫിൻ്റെ ഏതൊരു പോയിന്റിലും ഏതൊരു മൊമെന്റിലും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. അതാണ് റേക്കി പഠിപ്പിക്കുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാലാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ ഡു മൈ വർക്ക് ഹോണസ്റ്റ്ലി. ഞാൻ എൻ്റെ ജോലി വളരെ സത്യസന്ധമായിട്ടും ഡെഡിക്കേഷനോടുകൂടി ഞാൻ ചെയ്യും. പിന്നെ അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ ബി കൈൻഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ ടു ഓൾ ലിവിങ് തിങ്സ്. ഈ ജീവജാലങ്ങൾ, ഈ ലോകത്തുള്ള ജീവജാലങ്ങൾ, നമ്മൾ കാണുന്ന ആൾക്കാരോട് എല്ലാവരോടും നമ്മൾ കൈൻഡും റെസ്പെക്റ്റും, അതായത് ദയയും ബഹുമാനവുമുള്ള ഒരു ആളായിരിക്കണം എന്നാണ് റേക്കി നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് റേക്കിയുടെ 5 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ 5 പ്രിൻസിപ്പിൾസ് നമ്മൾ ലെവൽ 1 നമ്മൾ പഠിക്കുന്നത്. ലെവൽ 1 കണ്ടൻസ് ആണ് അത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് പൊസിഷൻസ് ആണ്. ഹാൻഡ് പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ വിനോദ് മാഷ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വിനോദ് സാർ പഠിപ്പിക്കുന്ന, ഡോക്ടർ വിനോദ് ചേപ്പാൽ പഠിപ്പിക്കുന്ന 28 പോയിന്റ്സ് ആണ് റേക്കിയിൽ ഉള്ളത്. ആ റേക്കിയുടെ 28 പോയിന്റ്സ് നമ്മുടെ ഹാൻഡ് പൊസിഷൻസ് ആണ്. നമ്മളിങ്ങനെ കൈ റേക്കി ഇൻവോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൈ ഇങ്ങനെ ഹാൻഡ് പൊസിഷൻസ് വെച്ചിട്ട് നമ്മുടെ തലയിൽ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ, അല്ലെങ്കിൽ പീനിയൽ, പിറ്റ്യൂട്ടറി, അല്ലെങ്കിൽ ഐസ്, ഇയേഴ്സ്, നമ്മുടെ വിശുദ്ധി ചക്ര, ത്രോട്ട്, നമ്മുടെ തൈമസ്, ഇങ്ങനെയൊക്കെയുള്ള പല പല പോയിന്റ്സുകൾ നമ്മളെ പഠിപ്പിക്കും. ആ പോയിന്റ്സുകളിലൊക്കെ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് അവിടെ നമുക്ക് കിട്ടിയ എനർജി നമ്മുടെ കൈകളിൽ കൂടി ആ പോയിന്റിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത്. അതൊരു സെൽഫ് ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള അനാട്ടമി, ഹ്യൂമൻ ബോഡിയുടെ ഒരു നേച്ചർ, അതിലെ സ്ട്രക്ചർ. പിന്നെ ചക്രാസ്, 7 ചക്രാസ്. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ചക്രകൾ. 7 ചക്രകൾ നമ്മുടെ ലൈഫിൽ, മാഷ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഓരോ ദിവസത്തിലും ഈ ചക്രകൾ എങ്ങനെ ആക്ടിവേറ്റ് ആവുന്നു, അല്ലെങ്കിൽ ചക്രകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിനെ അനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിത ശൈലി, അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത്, അവൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ ചക്ര എങ്ങനെ ആണ് അതിനനുസരിച്ചാണ്. ബേസ്ഡ് ഓൺ ദ ചക്രാസ് ആക്ടിവേഷൻ ആൻഡ് ഹീലിംഗ് ആൻഡ് എനർജൈസിങ്. ഈ ഒരു കാര്യത്തിൽ കൂടിയാണ് 7 ചക്രാസ്. ആ 7 ചക്രാസ് ഇതിനതിൽ ഫസ്റ്റ് ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ 7 ചക്രാസ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ മേളിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ക്രൗൺ ചക്ര, ദറ്റ് ഈസ് സഹസ്രാര ചക്ര. തേർഡ് ഐ ചക്ര, ദറ്റ് ഈസ് ആജ്ഞ ചക്ര. ത്രോട്ട് ചക്ര, വിശുദ്ധി ചക്ര. ഹാർട്ട് ചക്ര, അനാഹത ചക്ര. സോളാർ പ്ലെക്സസ് ചക്ര, ദറ്റ് ഈസ് മണിപ്പൂര ചക്ര. സാക്രൽ ചക്ര, സ്വാധിഷ്ഠാന ചക്ര. പിന്നെ റൂട്ട് ചക്ര, ദറ്റ് ഈസ് മൂലാധാര ചക്ര. ഈ 7 ചക്രാസാണ് ഒരു മനുഷ്യന് ഉള്ളത്. അപ്പോൾ അതാണ് ലെവൽ 1 പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെവൽ 1 കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അറ്റ്യൂൺമെൻറ്റ് കിട്ടും, എനർജി ചാനലൈസ് ചെയ്യാൻ പറ്റും, ഹാൻഡ്സ് പൊസിഷൻസ് പഠിച്ചിട്ട് ആ എനർജിയെ നമുക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റും, കൈ പൊസിഷനിൽ വെച്ചിട്ട് കൈകളിൽ കൂടി ആ എനർജി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വാട്ടർ എനർജൈസിങ് ചെയ്യാൻ പറ്റും, ചക്ര ഹീലിംഗ് ചെയ്യാൻ പറ്റും, ചക്രയുടെ ഓരോ ബീജമന്ത്രങ്ങൾ ഉപയോഗിച്ച് ചക്രയുടെ ഹീലിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫ് ഹീലിംഗ് ചെയ്യാൻ പറ്റും, ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വേറൊരു വ്യക്തിക്ക് നമുക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റും. നമ്മുടെ പാസ്റ്റ് ഹീലിംഗ് ചെയ്യാൻ പറ്റും, മാനിഫെസ്റ്റേഷൻസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ വിനോദ് ചേപ്പാൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡിഗ്രിയിൽ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡിഗ്രി പഠിപ്പിച്ചതിന് ശേഷം, ലെവൽ 1 കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 21 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. Reiki don't have any shortcut. Reiki is only based on the practice. The more you practice, the more energy will flow through your life and through your body. Okay. You can take immense of energy from the universe, and that you can channelize to for you and for your healings. ഇതാണ് സാറിൻ്റെ ലെവൽ 1 കോഴ്സ് എന്ന് പറയുന്നത്. ലെവൽ 2 കോഴ്സിലാണെന്നുണ്ടെങ്കിൽ 21 ഡേയ്സിന് ശേഷം സാറ് പഠിപ്പിക്കുന്നതാണ് ഒക്യൂഡൻ എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതായത് പ്രാക്ടീഷണർ. നമ്മൾ ആദ്യത്തെ ലെവൽ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മളാണെങ്കിൽ കുറച്ച് പ്രാക്ടീസൊക്കെ നമുക്കാവും. അതിനുശേഷം ലെവൽ 2 ഉണ്ട്. ലെവൽ 2
നമുക്ക് ഒരു പ്രാക്ടീഷണറായിട്ട് നമ്മൾ മോർ പവർഫുൾ ആക്കാൻ പറ്റും. അതിലേക്ക് വരുമ്പോൾ നമുക്ക് സിമ്പിൾസിനെ സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിമ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് ആ സിമ്പിൾസ് വരയ്ക്കാനൊക്കെ പറ്റും, വരച്ച് കാണിക്കും. നമുക്ക് ഓപ്പണായിട്ട് ആ സിമ്പിൾസ് പഠിക്കാത്തവരെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല, നമ്മൾ പഠിച്ചെങ്കിലേ വരച്ച് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ സിമ്പിൾസിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ പേര് എന്താണെന്നും ആ എത്ര സിമ്പിൾസ് ഉണ്ട്. 3 സിമ്പിൾസാണ് മെയിനായിട്ടുള്ള സിമ്പിൾസ് ലെവൽ 2-ൽ. ആ 3 സിമ്പിൾസിനെ എങ്ങനെയാണ്, അതായത് പവർ സിമ്പിളുണ്ട്, മെൻ്റൽ ഇമോഷണൽ സിമ്പിളുണ്ട്, പിന്നെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സിമ്പിളുണ്ട്. പേഴ്സൺസിനെ നമ്മൾ ഡിസ്റ്റൻസ് ഹീലിങ്ങിൽ നമ്മൾ കണക്ട് ചെയ്യാനുള്ള സിമ്പിൾസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സാറ് ഏകദേശം ഒരു 21 സിമ്പിൾസ് വേറെ തരുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് സിമ്പിൾസ് ആണത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് പല പല കാര്യങ്ങളിലേക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇമോഷണൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഇമോഷണൽ ത്രെഡ്സ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനാണെന്നുണ്ടെങ്കിൽ ഹാർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ ലിവർ പ്രോബ്ലംസ്, അല്ലെങ്കിൽ റിലേഷൻസ് പ്രോബ്ലംസ്, പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്, ഫിയർ, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഹ്യൂമൻ ലൈഫിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ അതിനൊക്കെ പവർ കൂട്ടിയിട്ട് ഈ ഫസ്റ്റ് ഡിഗ്രി പഠിച്ച സിമ്പിൾസ് നമുക്ക് ഉപയോഗിച്ച് സെക്കൻഡ് ഡിഗ്രിയിൽ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഹീലിങ്ങിന് വേണ്ടി സാറാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ തരുന്നുണ്ട്. അപ്പം അതിനെ സേക്രഡ് സിമ്പിൾസ് എന്നാണ് പറയുന്നത്. ഈ 3 സിമ്പിൾസ് എന്ന് പറയുന്നത് വളരെ സേക്രഡ് സിമ്പിൾസ് ആണ്. അത് നമ്മൾ ആ സിമ്പിൾസ് പഠിക്കാത്തവരോട് നമ്മൾ പബ്ലിക്കായിട്ട് നമുക്ക് പറയാൻ ചെയ്യരുതെന്നാണ് മാഷ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതിനകത്ത് നമുക്ക് ഈ ഡിസ്റ്റൻസ് ഹീലിംഗിൻ്റെ ടെക്നിക്സ് പഠിപ്പിക്കും. എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യുന്നത്, ഒരാളെ എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ഇടേണ്ടത്, ഒരാൾക്ക് എങ്ങനെയാണ് റേക്ക് ഇൻവോക്ക് ചെയ്യേണ്ടത്, അവരിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, എനർജി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു നമുക്ക് കിട്ടുന്നത് ആ ലെവൽ 2-ൽ നമ്മൾ സാറിന് കിട്ടുന്ന പറഞ്ഞാൽ സ്റ്റുഡൻസിന് റേക്കി ആണെങ്കിൽ പ്രൊഫഷണലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആൻഡ് എനർജി അക്രോസ് ദി ടൈം ആൻഡ് സ്പേസ്. അപ്പം റേക്കി എന്ന് പറയുന്നത് there is no barrier of time and space, okay, and the energy which flows through our hand is love and light energy. ഈ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും എനർജിയാണ്. ആ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ലെവൽ 2-ൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടീഷണറിനെക്കാട്ടിലും കൂടുതൽ നമ്മളൊരു പ്രൊഫഷണലി നമ്മളെന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഡിസ്റ്റൻസ് ലേണിങ്ങിൽ ഡിസ്റ്റൻസ് ലേണിംഗ് അല്ല, ഡിസ്റ്റൻസ് ഹീലിംഗ്. ഇപ്പോൾ ഡിസ്റ്റൻസ് ഹീലിംഗ് ഇവിടെ ഇരുന്നുകൊണ്ട് ഇംഗ്ലണ്ടിലുള്ള ഒരാൾക്ക് വേണമെന്നുണ്ട്, അമേരിക്കയിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ, യൂറോപ്യൻ കൺട്രീസിലുള്ള ആർക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, അവരെ ഹീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾ മാറ്റിയെടുത്ത ചരിത്രങ്ങളുണ്ട് റേക്കി ഹീലിങ്ങിലൂടെ. അത് മിക്കാവോ ഉസൂയിയുടെ ശിഷ്യന് അയാഷി എന്ന് പറഞ്ഞ മാസ്റ്ററുണ്ട്, ഡോക്ടർ അയാഷി. അതിനുശേഷം ഗ്രാൻഡ് മാസ്റ്റർ തക്കാത്ത, ആ ഗ്രാൻഡ് മാസ്റ്റർ തക്കാത്തയാണ് 21 മാസ്റ്റർമാരെ ഈ ലോകത്തിലുണ്ടാക്കുകയും ലോകത്ത് മൊത്തം ഈ റേക്കി പ്രചരിപ്പിക്കുകയും ചെയ്തത്. അപ്പം ഈ ഗ്രാൻഡ് മാസ്റ്റർ തക്കാത്ത ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ആ മാസ്റ്ററുടെ അസുഖം മാറിയത്, അല്ലെങ്കിൽ അയാഷി എന്ന് പറയുന്ന ആ ഡോക്ടർ അയാഷി എന്ന് പറയുന്ന റേക്കി ഹീലർ, റേക്കി മാസ്റ്ററാണ്, ഗ്രാൻഡ് മാസ്റ്ററാണ്. അവരാണിത് മാറ്റിക്കൊടുത്തത്. അങ്ങനെയാണ് ഇത് ലോകത്തിലേക്കൊക്കെ പ്രചരിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു എനർജി ഫ്ലോ ആണ്. ഇതിനൊരു നെഗറ്റീവ് എനർജിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. അടുത്ത് നമ്മൾ 3rd ലെവലിലേക്ക് പോകുമ്പോൾ അതിനെ ഷിൻ ഇഡൻ എന്നാണ് പറയുന്നത്. 3rd ലെവലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതിനകത്തിൽ ഒരു എക്സ്ട്രാ സിമ്പിൾസ് സാർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഹീലർ എന്ന് പറയുന്ന ഒരു രീതിയാണ്. 3rഡിനകത്ത് ലെവൽ 3-ക്കകത്ത് എ എന്നും ബി എന്നും പറയുന്ന 2 സെക്ഷനാണുള്ളത്. എയ്ക്കകത്ത് മാസ്റ്റർ ഹീലറും ബിക്കകത്ത് മാസ്റ്റർ ടീച്ചറുമാണ്. അപ്പം ഈ മാസ്റ്റർ ടീച്ചർ ലെവലിലേക്ക് എത്തുന്നവരെ മാസ്റ്റർ ഹീലറിലേക്ക് വരുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു സിമ്പിളും കൂടെ, 4ാമത്തെ ഒരു സിമ്പിളും കൂടെ സാറ് കൊടുക്കുന്നുണ്ട്. അതിനകത്തിൽ വളരെ വളരെ അത് 3rd ഡിഗ്രിയിലാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈ ലെവലിലേക്കാണ് അതിനെ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ഒരു ആ റേക്കി പഠിച്ചതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിനകത്തിൽ അഡ്വാൻസ്ഡ് മാസ്റ്റർ സിമ്പിൾസ് ഉണ്ട്, ടീച്ചിങ് എത്തിക്സ് ഉണ്ട്, പിന്നെ സ്പെസിഫിക് ആയിട്ട് റിച്വൽസ് ഉണ്ട് റിക്വയർഡ്. അപ്പം അറ്റ്യൂൺമെൻറ്റ്സിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ റിച്വൽസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ഈ 3rd ഡിഗ്രി എ ആൻഡ് ബിയിൽ പഠിപ്പിക്കുന്നത്. മാസ്റ്റർ ടീച്ചറും മാസ്റ്റർ ഹീലറുമാണ്. മാസ്റ്റർ ടീച്ചർ ആയതിനു ശേഷം നമുക്കാണെങ്കിൽ ഏതൊരാൾക്ക് അറ്റ്യൂൺമെൻറ്റ് കൊടുക്കാം,
എടുക്കാനുള്ളൊരു പവറാണ് ആ മാസ്റ്റർ നമുക്ക് തരുന്നത്. അങ്ങനെ മാസ്റ്ററുടെ കീഴിൽ ഏകദേശം എൻ്റെ അറിവിൽ ഒരു 10-12 മാസ്റ്റർമാർ ഓൾറെഡി സാറിൻ്റെ ഉണ്ട്, ബിരു മാഷിൻ്റെ ഉണ്ട്. അപ്പം ഈ അറ്റ്യൂൺമെൻറ്റ് പ്രോസസ്സിൽ നമുക്ക് വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, ഇതിനൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ റേക്കി പഠിക്കുന്നത്. റേക്കി പഠിക്കുന്നതിന് ആകെ ഉള്ളൊരു കാര്യം നമുക്ക് റേക്കി പഠിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ്. പിന്നെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് റേക്കി ആണ് തീരുമാനിക്കുക, നമ്മൾ അതിലേക്ക് എത്തണോ വേണ്ട എന്നുള്ളത്. അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളോട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു തരും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അത് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ലെവൽ 1 ലെവൽ 2 കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവായിട്ടുള്ള വീക്കെൻഡ് വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ അതിന് ക്ലാസ്സുകൾ, എക്സ്ട്രാ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഇതിനകത്തിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാഷിൻ്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ റേക്കിയുടെ ഒരു മാസ്റ്റർ ടീച്ചർ ലെവലിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ 2nd ഡിഗ്രി കഴിഞ്ഞു. 3rd ഡിഗ്രിയുടെ ഒക്കെ അത് ഫീസും ഒക്കെ അത് അഡ്വാൻസ് ഒക്കെ അടച്ച് 3rd ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ 3rd ഡിഗ്രിയിൽ സാറിനാണെങ്കിൽ മാസ്റ്റർ ടീച്ചർ ആവുന്നതിന് സാറിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്യണം, നമുക്ക് റിസൾട്ട്സ് കിട്ടണം. അങ്ങനെ എൻ്റെ ഒരു 2-3 എക്സ്പീരിയൻസ് എനിക്ക് ഈ 2nd ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഹീലിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം അതൊക്കെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഹീലിംഗ്, ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാനിപ്പം ഹീലിംഗ് ഇപ്പം 4 ഹീലിംഗ് ഞാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം വളരെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യും. നമുക്ക് മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ ഒരാൾക്ക് ഒരു മണി ബ്ലോക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു മാരേജിന് ഒരു ഇതുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി അല്ലെങ്കിൽ പ്രൊമോഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും നമുക്കാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്ത് അത് നടത്തിത്തരാൻ ആ റേക്കി അത് നടത്തിത്തരും. നമ്മളല്ല നടത്തുന്നത്, നമ്മുടെ ചാനൽ മാത്രമാണ്. നമ്മുടെ ചാനലിനെ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ആ ചാനലിന് അവിടെ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, അത് ഡിഫറെൻറ്റ് വേസ് ഉള്ള യൂണിവേഴ്സിന് അത് നടത്തിത്തരാൻ വേണ്ടി. അപ്പം അങ്ങനെ നടത്തി അതാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കാൻ 100% കഴിയും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് എങ്ങനെ തിങ്ക് ചെയ്യാം, നമ്മളെങ്ങനെ തിങ്കിങ് പ്രോസസ്സാണ്. മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത്, അവൻ എങ്ങനെ എ മാൻ ഈസ് വാട്ട് ഹീസ് തിങ്ക് ഇൻ എ ഡേ എന്നാണ്. അതായത് ഒരു ദിവസം അവൻ എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ചായിരിക്കും അവൻ്റെ ഒരു ദിവസത്തെ അവൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രം കൊടുക്കുക. ദെയർ മേ ബി 2 or 3 ways when you are thinking for an issues അല്ലെങ്കിൽ പ്രോബ്ലം. നമ്മുടെ ആ പ്രോബ്ലത്തിന് നമുക്ക് ചിലപ്പോൾ നമ്മൾ ആസ് എ ഹ്യൂമൻ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 2-3 വേസ് ആയിരിക്കും നമുക്കുള്ളത്. പക്ഷേ നമ്മൾ റേക്കി പഠിച്ച ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും എല്ലാം ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് തോട്ട്സ് നമ്മൾ കൊടുക്കുകയാണ്, വിഷ്വലൈസ് ചെയ്യുകയാണ്, അഫർമേഷൻസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സ് ഈസ് ഹാവിങ് thousands of ways. ഇത് നടന്ന കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളുമാണ്, 100% ഷുവർട്ടി ഉള്ള കാര്യങ്ങളാണ്. നമ്മളത് ചാനലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ നിങ്ങളുടെ ഈ പ്രശ്നം മാറ്റിത്തരാം, ആ പ്രശ്നം മാറ്റിത്തരാം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആ റേക്കി അങ്ങോട്ട് ഇൻവോക്ക് ചെയ്തിട്ട് അതിനെ ചാനലൈസ് ചെയ്യുന്നു. അത് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ലവ് ആൻഡ് ലൈറ്റ് എനർജി ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നു. അതവിടെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അപ്പം ഇതാണ് റേക്കിയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. ഡോക്ടർ വിനൂപ് ജയ്പാൽ എൻ്റെ കോണ്ടാക്ട്സ്, പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇടുന്നുണ്ട്. ആർക്കൊക്കെ റേക്കി പഠിക്കണം, ആർക്കൊക്കെ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, മാസ്റ്റർ ടീച്ചർ വരെ എത്തണം, അങ്ങനെ ഒരു ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബെസ്റ്റ് ടീച്ചർ ഐ ക്യാൻ അഷ്വർ യു, ഐ ക്യാൻ ഗൈഡ് യു ഈസ് ഡോക്ടർ വിനൂപ് ജയ്പാൽ, വൺ ഓഫ് ദ ബെസ്റ്റ് 3 ഇൻ ഓൾ കേരള. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിൻ്റെ എന്താ പറയുന്നത്, ഒരു വേ ഓഫ് അപ്രോച്ച്, ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ഒരു വേ ഓഫ് അപ്രോച്ച്, അതാണ് ഏറ്റവും ഒരാളുടെ ഒരു പ്രോബ്ലം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഈ ഡിജിറ്റലി വേൾഡിലാണെങ്കിൽ ആർക്കും അത്രയ്ക്ക് സമയങ്ങളൊന്നുമില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കി അതിനൊരു പെട്ടെന്നൊരു സൊല്യൂഷൻ കൊടുക്കാൻ കഴിവുള്ള ഒരു മാസ്റ്ററാണ്. വളരെ അനുഗ്രഹീതനായ ഒരു മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള പ്രാക്ടീസിൽ കൂടിയാണ് ഈ ഒരു സംഭവത്തിലേക്ക് ആ ഒരു ഏരിയയിലേക്ക് സാർ എത്തിയത്. സാറിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊഡാലിറ്റീസ് ഉണ്ട്.
സാറിൻ്റെ ശിവോഹം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കേണ്ടതിൻ്റെ കാര്യമാണ്. അത് മനസ്സിലായെങ്കിൽ മാത്രമേ ശിവോഹത്തെക്കുറിച്ച് ശിവോഹം അറ്റൻഡ് ചെയ്തപ്പോൾ ശാംഭോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെയുള്ള സാറിൻ്റെ എൻലൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. സാറിൻ്റെ മണി റേക്കിയുണ്ട്, വെൽത്തിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള മൊഡാലിറ്റീസ് സാറിന് കൊടുത്തു. ഇപ്പം സാറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറയാൻ IRAP എന്ന് പറയുന്ന, അതായത് ഇൻ്റർനാഷണൽ റേക്കി അപ്രൂവ്ഡ് പ്രോഗ്രാം, അതിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സാണ് സാർ ഇപ്പോൾ കൊടുക്കുന്നത്. അതിൻ്റെ സർട്ടിഫൈഡ് കോഴ്സാണ്. അപ്പോൾ അത് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹീതനായ ഒരു ആളാണ്. അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് തന്നെ സാറിന് കിട്ടിയത് ഈ വളരെ ഷോർട്ട് സ്പാനിൽ തന്നെ. അപ്പം എല്ലാവർക്കും റേക്കിയെക്കുറിച്ചും റേക്കിയുടെ പ്രൊസീജിയറിനെ കുറിച്ചും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഹീലിംഗ് ഒക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ വേണ്ട ആൾക്കാർക്ക്, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വൈകാരികമായിട്ടും റിലേഷൻ, നമ്മുടെ എനർജി, ബോധമണ്ഡലം, നമ്മുടെ ഊർജ്ജമണ്ഡലം, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതൊക്കെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പഠിത്തം, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്, സ്ട്രെസ് ലെവൽ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള എന്ത് പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് റേക്കി. ആ റേക്കി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയത്തുള്ളൂ അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റേക്കി പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും റേക്കിയുടെ ആ ഒരു പോസിറ്റീവ് എനർജി എടുത്ത് ലൈഫിൽ അതിൻ്റെ ഒരു ചേഞ്ചസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം.